മീറ്റ് ഡോക്ടർ സുധീർക്ക ജോസഫ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഓൺലൈൻ പിക്ചർ ചെയ്യുന്ന ഈ വ്യക്തി രാത്രി ആ നേരത്ത് പെണ്ണുങ്ങളോട് സെക്സ്റ്റിങ്ങും ആണുങ്ങളോട് ട്രേഡിങ്ങിന് പൈസ ചോദിക്കുകയാണ് നടന്നു വരുന്നത്. മീറ്റ് അഞ്ജന. അഞ്ജനയുടെ ഫോട്ടോസാണ് ഈ പറയുന്ന ഫേക്ക് അക്കൗണ്ടുകളിലെല്ലാം കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അഞ്ജന എറണാകുളത്തുള്ള ഒരു ഡോക്ടറുമാണ്, അതുപോലെ തന്നെ ഓൺലൈൻ കോണ്ടന്റ് ക്രിയേറ്റർ. ദാറ്റ് മേക്സ് ഇറ്റ് സോ ഈസി. 2 മാസം മുമ്പാണ് അഞ്ജനയുടെ ഫോട്ടോസ് ഉപയോഗിച്ച് മറ്റൊരു അക്കൗണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ട്രേഡിംഗ് എന്നുള്ള വ്യാജേന പൈസ മേടിക്കുന്നതായിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ അതിനുശേഷം യഥാർത്ഥത്തിൽ പൈസ പോയ ആൾക്കാർ വരെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു മനുഷ്യൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സാധനം ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പോവുക, കംപ്ലൈന്റ് കൊടുക്കുക. അവിടെയാണ് ഇങ്ങനെയുള്ള വിഷയത്തിന്റെ ഏറ്റവും വലിയ സ്കാരി പാട്ടിരിക്കുന്നത്. കാരണം ഒരു സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കയറി ചെല്ലാൻ നേരത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി എന്താണ് എന്ന് പോലും വിവരവും ബോധവും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നേരത്ത് അവർ ആദ്യം പറയും, എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഇടുന്നത്, അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെച്ചൂടെ എന്നുള്ള ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. കേസ് കൊടുക്കാൻ അവിടെ എത്താൻ നേരത്ത് ആദ്യം പറയുന്നത് തന്നെ പിണറായി വിജയന് ഫേക്ക് അക്കൗണ്ട് ഉണ്ടെന്നാണ്. പിണറായി വിജയന് ഫേക്ക് അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനുഷ്യന്മാർക്ക് ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്. ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കേസുകൾ എടുത്തിട്ട് അതിനൊരു തീരുമാനമാക്കി കൊടുക്കുക, ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, നിങ്ങളുടെ ജോലി ചെയ്യുക. അഥവാ അതല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള എത്തിക്കൽ ഹാക്കേഴ്സ് ഉണ്ട്, അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ലീഗലല്ല. ഒന്നെങ്കിൽ ആ ലീഗാലിറ്റി എടുത്ത് മാറ്റുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം, നിയമം ഞങ്ങൾ കയ്യിലെടുത്തോളാം. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ.